ഞങ്ങളുടെ പോലീസിനെ വിളിക്കേ. ഇത് നിന്റെ അവസാനത്തെയാണ്. എടാ പോലീസിനെ വിളിക്കേ. എല്ലാവർക്കും നമസ്കാരം. വളരെ ദാരുണമായിട്ടുള്ളൊരു വാർത്തയാണ് നിങ്ങളെ അറിയിക്കുന്നത്. കൊരട്ടി ഗ്രാമപഞ്ചായത്തിലെ പാറക്കൂട്ടം മുൻ വാർഡ് മെമ്പറായിട്ടുള്ള ഗ്രാമപഞ്ചായത്ത് മെമ്പറായിട്ടുള്ള സിന്ധു ജയരാജൻ്റെ വീടിന് മുന്നിലാണ് ഞാൻ നിൽക്കുന്നത്. വളരെ ഭയാനകമായൊരു സംഭവം കഴിഞ്ഞ ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ് 9 മണിയോടുകൂടി, രാത്രി 9 മണിയോടുകൂടി ഈ വീട്ടിൽ അരങ്ങേറി. ഈ വീടിൻ്റെ തൊട്ടടുത്തൊരു 100 മീറ്റർ മാറി പള്ളിപ്പറമ്പിൽ അശ്വിൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, അവൻ ഒരു 9 മണിയോടുകൂടി വരികയും ഈ വീടിൻ്റെ മുന്നിൽ വന്ന് ഈ സിന്ധു ജയരാജ് ഉൾപ്പെടെയുള്ള സിന്ധു ജയരാജൻ്റെ കൊച്ചു കുഞ്ഞുണ്ടായിരുന്നു കയ്യിൽ, ഇവർ രണ്ടുപേരും കൊല്ലുമെന്നുള്ള ഭീഷണി മുഴക്കുകയും വളരെ മോശകരമായ രീതിയിൽ സംഭാഷണ ശകലങ്ങൾ ഉരുവിടുകയും അതിനുശേഷം ഇവിടെ ഉണ്ടായിരുന്ന ഈ കാർപോർച്ചിലുണ്ടായിരുന്ന കാറ് തല്ലിപ്പൊളിക്കാൻ മീൻസ് കയ്യിൽ വെട്ടുകത്തി ഉപയോഗിച്ചിട്ടാണ് ഈ കാറിൻ്റെ ചില്ല് മുഴുവനും തല്ലി പൊട്ടിച്ചത്. അതിനുശേഷം കാറിൻ്റെ ടയർമ വെട്ടി, തുടർന്ന് ഈ എൻ്റെ ഈ സൈഡിൽ കാണുന്ന ഈ വിൻഡോ ഡോറുകളെല്ലാം തല്ലിപ്പൊളിച്ചു. ഈ സിന്ധു ജയരാജ് എന്ന് പറഞ്ഞ ചേച്ചി പോലീസിൻ്റെ സഹായം തേടുകയും പോലീസ് വന്നതിന് ശേഷമാണ് ഇവൻ്റെ കയ്യിൽ നിന്നും വാക്കത്തി ഉൾപ്പെടെയുള്ള സംഗതികൾ, ആയുധങ്ങൾ മാറ്റിവെച്ച് പോലീസ് ആക്കിയിരിക്കുകയാണ്. സിന്ധു ജയരാജ് പോലീസ് കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ അശ്വിൻ എന്ന് പറയുന്ന ഈ പള്ളിപ്പറമ്പിൽ ഗല്ലറ്റ് മകൻ അശ്വിൻ എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരൻ ഇവിടെ പലതരത്തിൽ പല ആളുകൾക്കും ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഇവിടെയുള്ള പല വ്യക്തികൾക്കും ചെറുപ്പക്കാർക്കും ഇതുപോലെയുള്ള അനുഭവങ്ങൾ, ഭീകരമായുള്ള അനുഭവങ്ങൾ, അമിതമായ ലഹരിക്ക് അടിമപ്പെട്ടിരിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണെന്നാണ് ഇവിടെ മുഴുവനും അറിയാൻ സാധിച്ചത്. അതുപോലെയുള്ള ഭീകര ദൃശ്യങ്ങളാണ്. നീ കേസ് കൊടുത്തു കഴിഞ്ഞാൽ, ഇനി എനിക്കെതിരെ കേസ് കൊടുത്തു കഴിഞ്ഞാൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങുന്നതിന് മുൻപ് നിന്നെയും നിൻ്റെ കൊച്ചിനെയും കൊല്ലും എന്നുള്ള വാക്കുകൾ ഉപയോഗിച്ചിട്ടാണ് സിന്ധു ജയരാജനെയും ചെറിയ കുഞ്ഞിനെയും ഉൾപ്പെടെയുള്ളവരെ ഭീഷണി മുഴക്കിക്കൊണ്ട് അതിഭീകരാവസ്ഥ സൃഷ്ടിച്ച് ഈ കുടുംബത്തെ വീതിയിലാഴ്ത്തി ഇവരുടെ കാറും അതുപോലെ വീടിനും നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടാണ് അശ്വിൻ പോയത്. അശ്വിൻ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ്. വെള്ളിയാഴ്ച രാത്രി 9 മണിയോടെയാണ് കൊരട്ടി ഗ്രാമപഞ്ചായത്ത് മുൻ വാർഡ് മെമ്പറും CPMൻ്റെ ബ്രാഞ്ച് സെക്രട്ടറിയും മഹിളാ അസോസിയേഷൻ നേതാവുമായ സിന്ധു ജയരാജൻ്റെ വീട്ടിൽ അക്രമിയായ പള്ളിപ്പറമ്പിൽ ഗല്ലറ്റ് മകൻ അശ്വിൻ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് വീടിൻ്റെ ജനൽച്ചില്ലുകളും കാർപോർച്ചിൽ കിടന്നിരുന്ന കാറിൻ്റെ ഗ്ലാസുകളും വെട്ടുകത്തികൊണ്ട് തകർത്ത് സിന്ധു ജയരാജനും മകൻ്റെ കുഞ്ഞിനും നേരെ വധഭീഷണി മുഴക്കിയത്. കാറിൻ്റെ ടയറുകളും വെട്ടുകത്തികൊണ്ട് വെട്ടി നശിപ്പിച്ചു. ജനൽച്ചില്ലുകൾ വെട്ടുകത്തികൊണ്ട് തകർക്കുമ്പോൾ ഭാഗ്യം കൊണ്ടാണ് സിന്ധു ജയരാജും മകൻ്റെ കുഞ്ഞും രക്ഷപ്പെട്ടത്. അക്രമി അശ്വിൻ സിന്ധു ജയരാജൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് താമസിക്കുന്നത്. CPMൻ്റെ മുൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായ ഗ്രേസിയുടെ മകൻ ഗല്ലറ്റിൻ്റെ മകനാണ് അശ്വിൻ. നാട്ടിലെ പലർക്കും അശ്വിൻ്റെ ഉപദ്രവമുണ്ടായിട്ടുണ്ട്. നാട്ടിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന അശ്വിൻ പോലീസിനും ഒരു തലവേദനയാണ്. സംഭവത്തിൽ സിന്ധു ജയരാജൻ്റെ പരാതിയിൽ പോലീസ് കേസെടുത്തു. അശ്വിൻ കൊരട്ടി പോലീസിൻ്റെ കസ്റ്റഡിയിലാണ്. ഏകദേശം ഒരു 9 മണി കഴിഞ്ഞിട്ടുണ്ടാവും. എൻ്റെ കൂടെ എൻ്റെ വീട്ടിൽ ഒരു 1.5 വയസ്സുള്ള എൻ്റെ മകൻ്റെ കുട്ടി ഉണ്ടായിരുന്നു. ഞാൻ ആ കുട്ടീനെ ഉറക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് പോളിമെല്ല് അടിക്കുന്ന ഒച്ച കേട്ട് ഭയങ്കര വലിയ ഒച്ച കാരണം കൊച്ചു ഞെട്ടി എഴുന്നേറ്റ് ഞാൻ പോയി ആദ്യം ജനലെ കൂടെ നോക്കി. ആ നേരം കാരണം ജനലെ കൂടെ നോക്കിയപ്പോൾ കയ്യിൽ വെട്ടുകൊത്തിയുമായിട്ട് അശ്വിൻ എന്നാണ് അവൻ്റെ പേര്, അച്ചു എന്നാണ് എല്ലാവരും വിളിക്കുക. നമ്മളുടെ വീടിൻ്റെ 3-4 വീട് കുറച്ച് ഒരു 100 മീറ്റർ വ്യത്യാസമുണ്ട്. പഴയ ബ്ലോക്കിലെ മെമ്പറായിരുന്ന ഗ്രേസി ചേച്ചിയുടെ മോനാണ്. ഞങ്ങളുടെ ഒരു അകന്ന ബന്ധുവാണ്. പക്ഷേ അവൻ നമ്മുടെ വീടിൻ്റെ ഉമ്മർത്ത് വെട്ടുകൊത്തിയും കൊണ്ട് വാതിൽ തുറക്കടി എന്ന് പറഞ്ഞുകൊണ്ടാണ് നിൽക്കണേ. അപ്പം ഞാൻ വാതിൽ തുറക്കാണ്ട് തന്നെ ജനലേക്കൂടെ എന്താടാ കാര്യം, വീട്ടിൽ പോടാ എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അവൻ ഓടി വന്നിട്ട് ആ ജനലേമ അവൻ്റെ കയ്യിലുള്ള വാക്കത്തി വെച്ചിട്ട് ജനലേമ വെട്ടുകയാണ് ആദ്യം ചെയ്തത്. ജനല വെട്ടിയ സമയത്ത് എൻ്റെ കയ്യിൽ കുഞ്ഞുവാവി ഉണ്ടായിരുന്നു. ഞാൻ കുഞ്ഞുവാവിനെയും കൊണ്ട് പുറകോട്ട് ഓടിയത് കൊണ്ട് മാത്രമാണ്
അല്ലെങ്കിൽ എൻ്റെയും കുഞ്ഞുവാവയുടെയും രണ്ടുപേരുടെയും കണ്ണുകളിൽ ആ ചില്ലുകൾ ജനല ഫുൾ തകർന്നു. അത് ജനലേക്കൂടെ ആദ്യം ഞങ്ങളെ വെട്ടിക്കൊല്ലാനാണ് അവൻ ശ്രമിച്ചത്. അപ്പോഴും അവൻ പറയുന്നുണ്ട്, നിന്നെയും ഞാൻ എൻ്റെ മോനെ എൻ്റെ കയ്യിൽ കുഞ്ഞുവാവയുടെ കൊച്ചിനെ കണ്ടുവിടാന്ന് ചോദിച്ച വഴി നിന്നെയും നിൻ്റെ കൊച്ചിനെയും ഞാൻ കൊല്ലൂടി എന്നാണ് ആദ്യം പറഞ്ഞത്. അതിനുശേഷം ആ ജനല ഫുൾ അവൻ തകർത്തു. ഞങ്ങളുടെ വീടിൻ്റെ ഉമ്മറത്ത് കിടന്ന കാറ്, സ്വിഫ്റ്റ് കാറ് ഫുൾ തല്ലി തകർക്കുക മാത്രമല്ല അതിന് നിനക്ക് കിട്ടാത്തതിനും ബാക്കി നിൻ്റെ കാറും പോട്ടെ. പിന്നെ അവിടെ അവൻ കുറേ വെട്ടിപ്പൊളിച്ചു. അതിനുശേഷം വീണ്ടും അവൻ ഞാൻ പോലീസിനെ വിളിക്കാൻ ഫോൺ എടുക്കുന്നത് കണ്ടപ്പോൾ ഞാൻ വീഡിയോ പിടിച്ചു. അവൻ കാറ് വെട്ടിപ്പൊളിച്ചപ്പോൾ. അപ്പോൾ നീ പോലീസ് വന്നാലും ഞാൻ ഇറങ്ങണമെന്ന് നിന്നെയും കൊല്ലും നിൻ്റെ കൊച്ചിനെയും കൊല്ലും എന്നുള്ള രീതിയിലാണ് അവൻ സംസാരിച്ചത്. ഞങ്ങളെ മനഃപൂർവ്വം വെട്ടിക്കൊല്ലാമെന്ന്. അവന് പല കേസുകളുണ്ടായിരുന്നു. ഞാൻ മെമ്പറായിരുന്ന സമയത്ത് അവൻ്റെ പല കേസുകളിലും ഉണ്ടാവുമ്പോൾ അവർ വീട്ടിൽ വിളിക്കാറുണ്ട്. പക്ഷെ ഞാനതിൽ ഇടപെടാൻ പോകാറില്ല. കാരണം നമുക്കതിൽ താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ്. അത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞു, അവനും അറിയാം ഞാൻ ഇടപെടില്ല എന്ന്. ഞാൻ പറയുന്ന കേസുകളിൽ അവൻ എന്നോട് ഭയങ്കര വ്യക്തിപരമായ വൈരാഗ്യമുണ്ട്. ആ വൈരാഗ്യത്തിൻ്റെ ഒരൊറ്റ പേരിലാണ് അവൻ എൻ്റെ വീട്ടിൽ വന്ന് എന്നെയും എൻ്റെ 1.5 വയസ്സുള്ള കുഞ്ഞുമാവനെയും അവൻ മനഃപൂർവ്വം കൊല്ലാൻ ശ്രമിക്കുകയാണ് ചെയ്തത്. ഇതിനു മുമ്പ് അവൻ പല വീടുകളിലും പല പ്രശ്നങ്ങളും ഉണ്ടാക്കാറുണ്ട്. അതൊക്കെ അവരുടെ വീട്ടിൽ തന്നെ വാതിലും ജനലോ തല്ലിപ്പൊളിക്കുക, വേറൊരു വീട്ടിൽ പോയി ഇതിനു മുമ്പ് വെട്ടിക്കൊല്ലാൻ പോകുന്ന അതൊക്കെ പല രീതിയിലുള്ള കേസുകളും വീണ്ടും പലവരുമായിട്ട് അത് തീർത്തിട്ടുണ്ടെന്ന് ഞാൻ അറിയാം. എൻ്റെ അറിവിൽ ഞാൻ മെമ്പറായിരിക്കുമ്പോൾ. പക്ഷെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇത് എൻ്റെ വീട്ടിൽ വന്ന് എന്നെ കൊല്ലാൻ, എൻ്റെ കുഞ്ഞ് 1.5 വയസ്സുള്ള കൊച്ചിനെ വെട്ടി ജനലയെ കൂടെ അവൻ വെട്ടാനാണ് ശ്രമിച്ചത്. ഇത് വളരെ വിഷമമുള്ള കാര്യമാണ്. നമ്മളൊരു കുഞ്ഞു കൊച്ചിനെയും കൊണ്ട് നിൽക്കുമ്പോഴാണ്. എൻ്റെ വീട്ടിൽ എൻ്റെ മകൻ മുറിയിൽ കിടക്കുന്നുണ്ടായിരുന്നു. അവൻ ഒച്ച കേട്ട് വന്നപ്പോൾ ഞാൻ അവൻ്റെ വാതിൽ പുറത്തുനിന്ന് കുറ്റിയിടാണ് ചെയ്തത്. കാരണം അത് എൻ്റെ കുഞ്ഞുവാവനെ അവൻ്റെ മുറിയിൽ ഉണ്ടാക്കി. അങ്ങനെ ഒരു അവസ്ഥയിലാണ്. പോലീസ് വന്നതിന് ശേഷമാണ് അവൻ്റെ കയ്യിൽ നിന്ന് വാക്കത്തി മേടിക്കാൻ പറ്റിയത്. പോലീസ് വരണ വരെ അവൻ സകലമാന സാധനങ്ങൾ അവിടെ വെട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒരാൾക്ക് പോലും അവൻ്റെ അടുത്ത് എടുക്കാൻ പറ്റുന്ന ഒരവസ്ഥയിലായിരുന്നു. പോലീസ് വന്ന് അവൻ്റെ കയ്യിൽ നിന്ന് വാക്കത്തി മേടിച്ചതിന് ശേഷം അവനെ ജീപ്പിലേക്ക് കയറ്റിയതിന് ശേഷമാണ് ഞാൻ വാതിൽ തുറന്നിട്ടുള്ളത്. ഇങ്ങനെ ഒരു സംഭവം. ഇതിനും പല വീടുകളിലും അവൻ പല പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നതായിട്ട് ഞാനവിടെ പാർട്ടിയുടെ സെക്രട്ടറിയാണ്. ആ രീതിയിലൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്, അറിയാറുണ്ട്. നമ്മളതിൻ്റെയൊക്കെ കാര്യത്തിൽ ഇടപെടാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല എന്ന് തന്നെ ഞാൻ പറയാറുണ്ട്. ആ ഒരു ചെറിയ വൈരാഗ്യം അവന് നല്ല രീതിയിൽ നമ്മളോടുണ്ട്. ഈ സ്റ്റേഷനിൽ ഇപ്പോൾ പരാതി കൊടുത്തിട്ടുണ്ട്. ഞാൻ സ്റ്റേഷനിൽ ഈ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്നെ സംബന്ധിച്ച് എന്നെ കൊല്ലാൻ ശ്രമിച്ചതെന്ന് മാത്രമല്ല, എൻ്റെ കുഞ്ഞു കൊച്ചിനെ കൊല്ലാൻ മാത്രമല്ല അസഭ്യം പറഞ്ഞുകൊണ്ട് ഞങ്ങളെ വേറെ രീതിയിൽ അഭിഖ്യാതിയായിട്ട് ഞങ്ങളെ രണ്ടുപേരും കൊച്ചിനെയും അന്യം വൃത്തികെട്ടൊരു ഭാഷയിൽ ഉണ്ടാക്കും, അങ്ങനെയൊക്കെയുള്ള രീതിയിൽ സംസാരിച്ചു. അത് 1.5 വയസ്സുള്ളൊരു പെൺകൊച്ചിനെയും തന്നെയാണ്. അപ്പോൾ ആ രീതിയിലുള്ള സംസാരത്തോട് ഇറങ്ങി വരണമെന്ന്, ഞാനിപ്പോൾ സ്റ്റേഷനിൽ എന്നെ പിടിപ്പിച്ചാൽ ഇറങ്ങി വരണമെന്ന് നിന്നെയും നിൻ്റെ കൊച്ചിനെയും ഞാൻ ഈ രീതിയിൽ തന്നെ ചെയ്യുമെന്നാണ് അവൻ ഭീഷണിപ്പെടുത്തിയത്. ലഹരിക്ക് അടിമപ്പെടുന്ന ചെറുപ്പക്കാർ നാടിന് ഭീഷണിയാകുന്ന സംഭവങ്ങൾ അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കഞ്ചാവ് ഉൾപ്പെടെ വിവിധ ലഹരി മരുന്ന് ഉപയോഗങ്ങൾ ക്രമാതീതമായ ചെറുപ്പക്കാരെ ഇത്തരത്തിൽ അമ്മയേതാ പെങ്ങളേതാ അപ്പനേതാ എന്നറിയാത്ത രീതിയിലുള്ള സംഭവങ്ങൾ ഉണ്ടാക്കുന്നതിലേക്ക് തിരിച്ചുവിടുകയാണ്. ഒരു വാർഡ് മെമ്പർക്ക്, മുൻ വാർഡ് മെമ്പറും ഇവിടെ CPM എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ സജീവ പ്രവർത്തകയും ഭാരവാഹി സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ഒരു മുൻ വാർഡ് മെമ്പറും ഇവിടെ സജീവമായിട്ട് നിലകൊള്ളുന്ന സിന്ധു ജയരാജന് കുടുംബത്തിന് നേരെ ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടായെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ സമൂഹ വ്യവസ്ഥയിൽ മറ്റെന്തെല്ലാം കാര്യങ്ങൾ സാധാരണക്കാർക്ക് നേരിടേണ്ടി വരുമെന്നുള്ള വലിയൊരു ചോദ്യം കൂടി ഉന്നയിക്കുകയാണ്. ഈ വിഷയത്തിൽ തീർച്ചയായിട്ടും പോലീസിൻ്റെ ഭാഗത്തുനിന്നും വളരെ ശക്തമായിട്ടുള്ളൊരു ഇടപെടലുണ്ടായി. ഇതുപോലെയുള്ള സാമൂഹ്യ വിരുദ്ധരായിട്ട് മാറുന്ന ആളുകളെ അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ട് അർഹമായ ശിക്ഷ നേടിക്കൊടുക്കുന്നതിനുള്ള ഇടപെടലുകൾ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്ന് തന്നെയാണ് സിന്ധു ജയരാജന് പറയാനുള്ളത്. അവർ പരാതി കൊടുത്തിട്ടുണ്ട്, നടപടികൾ പോലീസ് സ്വീകരിക്കുമെന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്.